കാണുന്നു തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഉറപ്പിക്കാനാണ് അത് അവിടെ പലയിടത്തും കാണാം. CPM-ന്റെ പല പ്രമുഖ വ്യക്തികളുടെയും അഭാവം തൃശ്ശൂർ നിഴലിച്ച് കാണുന്നുണ്ട്. അത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പക്ഷേ ആ ഡീല് കോൺഗ്രസ് പൊളിക്കും 101% പൊളിച്ചിരിക്കും. അതാണ് ഞാൻ 20-20 ജയിക്കുന്നത്. അടിസ്ഥാനം എന്തായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും? കോൺഗ്രസിനെ നശിപ്പിക്കാതെ തന്നെ. അതിനപ്പുറത്തേക്ക് സ്വന്തം സേഫ്റ്റി. രണ്ടുപേരെയും നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണമെന്ന് പറഞ്ഞ പോലെ സ്വന്തം കേസിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും, കോൺഗ്രസിനെ ശരിയാക്കാനും പറ്റും. വടകരയിൽ ഷാഫി ജയിക്കും. ഞാൻ 20 എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് വടകരയല്ലേ. ഈ അവസാന ഘട്ടത്തിൽ മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി അത്തരത്തിലുള്ളൊരു പ്രചാരണമാണ് നടക്കുന്നത്. അതൊക്കെ അത് വർഗീയതയുടെ കണ്ണുകൊണ്ട് നോക്കുന്നവർക്കാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനി അത് അടുത്ത ഫ്ലൈറ്റിന് കൊച്ചി വഴി പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കാം. വോട്ട് പാഴാക്കാൻ പാടില്ല, അതുകൊണ്ട് UDF സ്ഥാനാർത്ഥി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി മുരളീധരനാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഡീലുമായി ബന്ധപ്പെട്ട് രാവിലെ VD സതീശനായാലും പിന്നീട് KC വേണുഗോപാലായാലും ഇപ്പോൾ മുരളീധരനും ഡീലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം തൃശ്ശൂരിലടക്കം CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട്. അതിന് രണ്ടുണ്ട്. ഒന്ന് കോൺഗ്രസിനെ തകർക്കുക, മറ്റൊന്ന് സ്വന്തം കേസുകൾ സംരക്ഷിക്കുക. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് മുരളീധരൻ ആ വാക്കുകൾ ഉപയോഗിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോൺഗ്രസ് രാവിലെ മുതൽ